പ്രിയമുള്ളവരെ, പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുക. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എന്തായിരിക്കാം ഈ മറിയം എന്ന ഒരു സാധു ഗ്രാമീണ പെൺകുട്ടിയെ രക്ഷകനായ ക്രിസ്തുവിൻ്റെ അമ്മയാകുവാൻ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ കാരണം. ഞാൻ വീണ്ടും മറിയത്തെക്കുറിച്ചുള്ള വചനങ്ങളിലൂടെ, സുവിശേഷത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്: മറിയം സ്നേഹത്തിന് ഏറ്റവും മനോഹരമായൊരു നിർവചനം കൊടുത്തവളാ. മറ്റൊന്നുമല്ല, സ്നേഹം സമർപ്പണമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നവളെ മറിയം. ഇന്ന് ഇങ്ങനെ ചിന്തിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ ഞാനൊരു വാർത്ത വായിച്ചു. പേരും വിശ്വാസമൊന്നും പരാമർശിക്കുന്നില്ല. ഒരു പെൺകുട്ടി താൻ പ്രണയിച്ച ചെറുക്കനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരിക്കുകയാണ്, താൻ പ്രണയിച്ച വ്യക്തിയുടെ മതവും വിശ്വാസവും സ്വീകരിക്കാൻ എന്നെ നിർബന്ധിച്ചു, അത് എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ ഏത് വിശ്വാസം, ഏത് മതമെന്നൊന്നല്ല പ്രസക്തി, മറിച്ച് നമ്മുടെ സ്നേഹങ്ങൾ സ്വാർത്ഥമായിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വാർത്ഥമായി കൊണ്ടിരിക്കുന്നു എല്ലാ മേഖലകളിലും. ലോകം ആധുനികവും ഉത്തരാധുനികവുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ കൂടെ യാന്ത്രികമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം നമ്മളെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്നേഹവും യാന്ത്രികവും സ്വാർത്ഥവുമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ മറിയം നമ്മെ ഓർമ്മിപ്പിക്കുക, സ്നേഹം അത് നിർമ്മലമായ സമർപ്പണമാണ്. നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തെ, മനുഷ്യരെ, നമ്മുടെ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, അവർക്കുള്ള സമർപ്പണമാകണം നിങ്ങളുടെ അവകാശവാദമെന്ന് മറിയം ഓർമ്മിപ്പിക്കുക. കാരണം ദൈവത്തെ സ്നേഹിച്ച് യാത്ര ആരംഭിച്ച മറിയം ദൈവത്തിൽ നിന്നൊന്നും സ്വന്തമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്ത് നേടിയെടുത്തിട്ടില്ല. ഒരു നല്ല വീട് പണിയുവാൻ, അല്ലെങ്കിൽ ഒരു നല്ല എന്തെങ്കിലും ലൗകികമായ ചിന്താഗതിയിൽ സൗഭാഗ്യം എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് മറിയത്തിൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ട് സംഭവിച്ചിട്ടില്ല. മറിച്ച് നഷ്ടങ്ങളും വേദനകളും യാതനകളും മാത്രം. എന്നിട്ടും അവൾ തൻ്റെ ദൈവസ്നേഹം ഉപേക്ഷിച്ചിട്ടില്ല. ക്രിസ്തുവിനോടുള്ളോ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള മനുഷ്യരോടുള്ള സ്നേഹം ഉപേക്ഷിച്ചിട്ടില്ല. അവൾ കരുണയുടെ പ്രതിരൂപമായിരുന്നു. കരുണയുടെ ഒരു വ്യക്തിത്വമായിരുന്നു മറിയത്തിൻ്റേത്. അതുകൊണ്ട് സ്നേഹത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു സമർപ്പിക്കുവാൻ. സ്നേഹം സമർപ്പണമാണ്. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി, താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സമ്പൂർണമായ സമർപ്പണമാണ് സ്നേഹം എന്ന് തന്നെ ഓർമ്മിപ്പിക്കുക. അതിനാൽ നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നെന്ന് അവകാശപ്പെടുന്നെങ്കിൽ ഉടനെ മറിയത്തിലൂടെ ചിന്തിക്കണം. മറിയം പഠിപ്പിക്കുന്ന വിധത്തിൽ സ്വയം പഠിക്കണം. ഞാൻ സ്നേഹിക്കുന്നെന്ന് അവകാശപ്പെടുന്നവർക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കാറുണ്ടോ? എൻ്റെ ജീവിതത്തിൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ കഴിവുകൾ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർക്ക് കൊടുക്കലാണ് സ്നേഹം. അത് വാങ്ങിക്കൂട്ടലല്ല. സ്നേഹം സമർപ്പണമാണ്. താങ്ക് യു.